Hello കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. ഞാൻ നിങ്ങളെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസ് ഇത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ലൈവിൽ ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മക്കളെല്ലാവരും ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ലൈവ് കാണാത്ത ഒരുപാട് മക്കളുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക, നമ്മളെ ചാനലിൽ, നമ്മളെ ക്ലാസ് 6 CBSEയുടെ സൈലത്തിൻ്റെ ചാനലിൽ നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടും എടുത്ത് കാണുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, നമ്മളുടെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈൻസ് ആൻഡ് ആംഗിൾ അല്ലേ, അപ്പോൾ അതിൽ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ഈച്ച് കേസ് ഡിറ്റർമൈൻ വിച്ച് ആംഗിൾ ഈസ് ഗ്രേറ്റർ ആൻഡ് വൈ. ഏത് ആംഗിൾ ആണ് വലുത്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ എയിൽ ചോദിച്ച ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ AOB ആണോ അല്ലെങ്കിൽ ആംഗിൾ XOY ആണോ ഗ്രേറ്റർ, ഏറ്റവും വലുത് ആരാണ്, ലാർജർ ആംഗിൾ ആരാണ്, AOB ആണോ XOY ആണോ. AOB എന്നുള്ള ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ടോ? AOB അപ്പോൾ ഞാൻ അതിന് മേലെ കൂടെ ഒരു റെഡ് കളർ വരച്ചിട്ടുണ്ട്. ഇതാണ് AOB. XOY എന്ന് പറഞ്ഞ ആംഗിൾ എവിടെ? XOY. അപ്പോൾ അതാണ് XOY. ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. സോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് AOB ആണ് കുറച്ചുകൂടെ വലിയ ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഗ്രേറ്റർ ആംഗിൾ AOB ആണ്. നമുക്ക് സിമ്പിളായിട്ട് അത് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് AOB ആണോ XOB ആണോ വലുത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. AOB ഓൾറെഡി ഇവിടെ ഉണ്ട്, AOB. ദെൻ XOB ആണ് അടുത്ത് വെച്ചത്. XOB എന്ന് പറഞ്ഞാൽ അടുത്ത ആംഗിൾ ഇവിടെയാണ് കിടക്കുന്നത്, XOB. ഏതായിരിക്കും വലുത്? അവിടെയും AOB തന്നെയാണ് വലുത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആംഗിൾ AOB ആണ് XOBനേക്കാളും വലുതായിട്ട് വരുന്നത്. സോ ഇവിടെയും നിങ്ങൾക്ക് എന്ത് പറയാം, ആംഗിൾ AOB ആണ് ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചത് XOB ആണോ XOC ആണോ വലുത്. നമ്മൾ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. XOB എന്ന് പറഞ്ഞാൽ ഇയാളാണ്, ഈ ആംഗിളാണ് XOB. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ, XOB. ആ ആംഗിൾ ആണോ അല്ലെങ്കിൽ XOC ആണോ വലുത്? സോ രണ്ടും ഒരേ ലൈനിലാണ് കിടക്കുന്നത് അല്ലേ. XOC എന്ന് പറയുന്നതും അതേ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് XOBയും XOCയും ഒരേ ലൈനിലാണ്. സോ നമുക്ക് അവിടെ ആംഗിൾ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ രണ്ട് ആംഗിളും എന്താണ്, സെയിം മെഷർമെന്റിലാണുള്ളത്. ഓക്കെ, സെയിം മെഷർമെന്റിലാണുള്ളത്, സെയിം ആംഗിൾ ആണ്. അവസാനം ഓപ്ഷൻ C ആയിട്ട് വരുന്നത് രണ്ടും ഒരേ ആംഗിൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതുപോലെ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ലൈൻസ് ആൻഡ് ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. സോ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ലൈവിൽ നമ്മൾ ഒരുപാട് കാര്യം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലൈവിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിന് മുൻപേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. കൂടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാപ്റ്ററിലെ ഏത് സെക്ഷനാണ് കൂടുതലായിട്ടും വേണ്ടത്, ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, ചാപ്റ്ററിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഈ ചാപ്റ്ററിലെ ഈ സെക്ഷൻ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അതിന്റെ ആൻസറുമായിട്ട് ഞങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ എന്തായാലും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.